നബിദിനത്തിന് അവധി നൽകുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട്, അവധി നൽകാത്ത മുസ്ലിം രാജ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു രാജ്യം സൗദി അറേബ്യ ഒരിക്കലും നബിദിനത്തിനൊരു പ്രത്യേക ഒരു അവധി നൽകുന്നൊരു രാജ്യമല്ല. അതോടൊപ്പം ഒമാനും അങ്ങനെ അവധി നൽകാറില്ല. ഖത്തറും എന്ത് ചെയ്യലില്ല, നബിദിനത്തിന് അവധി നൽകാറില്ല. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ, ചില രാജ്യങ്ങളൊക്കെ നബിദിനം ഒരു ഒഫീഷ്യൽ ഹോളിഡേ ആണെങ്കിൽ, ആ രാജ്യത്തിൻ്റെ ഒരു അവധിയാണെങ്കിൽ, ഈ മുസ്ലിം രാജ്യങ്ങൾ അങ്ങനെ അവധി കൊടുക്കാത്ത രാജ്യങ്ങളാണ്. മുൻപ് സൗദിയിലൊക്കെ അവധി ഉണ്ടായിരുന്നത്രേ. പിന്നീട് അവിടുത്തെ ഫഹദ് രാജാവിൻ്റെ ഭരണകൂടം ആ അവധി നിർത്തലാക്കുകയായിരുന്നു. എന്നാൽ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ഇങ്ങനെ അവധി കൊടുക്കലുണ്ട്. അവിടുത്തെ ഒരു ദേശീയ ആഘോഷമൊന്നുമല്ല നബിദിനം, പക്ഷേ അവർ നബിദിനത്തിന് അവധി കൊടുക്കലുണ്ട്. UAE, ദുബൈ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ജോർദാനി, ഇറാഖ്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നബിദിന അവധിയുണ്ട്. എന്നാൽ മുസ്ലിം രാജ്യങ്ങളല്ലാതിരുന്നിട്ടും ചില രാജ്യങ്ങൾ അവധി കൊടുക്കലുണ്ട്. അതേതാണെന്ന് അറിയോ? ആ രാജ്യങ്ങളൊന്നും മുസ്ലിം രാജ്യങ്ങളല്ല, പക്ഷെ അവിടുത്തെ മുസ്ലിമീങ്ങളുടെ ഒരു താല്പര്യം പരിഗണിച്ചുകൊണ്ട് നബിദിനത്തിന് അവധി കൊടുക്കുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് നമ്മുടെ നാടായ ഇന്ത്യ. ഇന്ത്യയിലെ നബിദിനത്തിനൊരു ദേശീയ അവധിയാണ്. അതോടൊപ്പം ശ്രീലങ്കയിലും ഇങ്ങനെ എന്തുണ്ട്, അവധിയുണ്ട്. സിംഗപ്പൂരിൽ മുൻപ് അവധി ഉണ്ടായിരുന്നു. 1968 ശേഷം ആ അവധി അവർ ക്യാൻസൽ ചെയ്തു. നബിദിനം ഒരു ആത്മീയമായ ആനന്ദത്തിൻ്റെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഒരുപാട് വിശ്വാസികൾ അന്ന് പല രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കലുണ്ട്. ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഗംഭീരമായ ആഘോഷങ്ങളാണ് നബിദിനത്തിനുണ്ടാവല്. നാട്ടിലെ നബിദിനാഘോഷം ആഗസ്റ്റ് 25-നാണ്. ആഗസ്റ്റ് 25-നാണ് നമ്മുടെ നാട്ടിലെ നബിദിനം. ഓരോരുത്തരുടെ നാട്ടിലും മദ്രസകളിലൊക്കെ നബിദിന ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പല സ്ഥലങ്ങളിലും ദഫിൻ്റെ റിഹേഴ്സൽ, അതോടൊപ്പം സ്കൗട്ടിൻ്റെ റിഹേഴ്സൽ, പിന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നല്ല അലങ്കാര ബൾബുകളും പള്ളിയൊക്കെ അലങ്കരിച്ചിട്ടും പല രീതിയിലും നബിദിനത്തിനെ വരവേൽക്കലുണ്ട്. ഒരു വിഭാഗം ആളുകൾ നബിദിനം ആഘോഷിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ചര്യ ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുമുണ്ട്. പക്ഷേ വിമർശിക്കുന്ന ആളുകളെക്കാൾ ലോകത്ത് നബിദിനം ആഘോഷിക്കുന്നവരാണ് കൂടുതൽ. നബിദിനത്തിന് പ്രത്യേക ഭക്ഷണമുണ്ടാക്കി, നെയ്ച്ചോറും അതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് സകലമാന മനുഷ്യർക്കും സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നവരുണ്ട്. പായസം വിതരണം ചെയ്യുന്നവരുണ്ട്. കുട്ടികളുടെ നബിദിന ആഘോഷങ്ങളുണ്ട്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നബിദിനാഘോഷം പല രീതിയിൽ നടക്കലുണ്ട്. അതിൽപ്പെട്ടൊരു ആഘോഷമാണ് മൗലിദ് ആഘോഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ നബിദിന ആഘോഷങ്ങൾ പങ്കെടുക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.